ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ലോഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കണ്ടീഷൻസ് ഓഫ് ഹിന്ദു മാരേജ് ആണ്. അപ്പോൾ സെക്ഷൻ 5 ഓഫ് HMAയിലാണ് കണ്ടീഷൻസ് ഫോർ എ ഹിന്ദു മാരേജ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ 5 പ്രകാരം 5 കണ്ടീഷൻസ് ആണ് ഹിന്ദു മാരേജിനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മോണോഗമിയാണ്, രണ്ടാമത്തേത് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്, മൂന്നാമത്തേത് ഏജ് ഓഫ് ദ പാർട്ടീസ്, നാലാമത്തേത് പ്രൊഹിബിറ്റഡ് റിലേഷൻഷിപ്പും അഞ്ചാമത്തേത് സബീന്ത റിലേഷൻഷിപ്പുമാണ്. അപ്പം നമുക്കിത് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ എന്താണ് മോണോഗമി? സെക്ഷൻ 5 ക്ലോസ് 1ലാണ് മോണോഗമി എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മോണോഗമി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഭാര്യയും ഭർത്താവും ജീവിച്ചിരിക്കുന്ന ടൈമിൽ മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടി പറ്റില്ല. അതായത് ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താവിന് മറ്റൊരു വിവാഹമോ അല്ലെങ്കിൽ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യയ്ക്ക് മറ്റൊരു വിവാഹമോ കഴിക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഇവർ വേറെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ കഴിച്ച വിവാഹം വോയിഡ് ആവുകയും അതുപോലെ തന്നെ IPC പ്രകാരം ഇവർ പണിഷബിൾ ആവുകയും ചെയ്യും. അപ്പോൾ മോണോഗമി റിലേറ്റഡ് ആയിട്ടുള്ള കേസ് ലോ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് ശാന്തിദേവ വർമ്മ വേഴ്സസ് കാഞ്ചൻ പ്രസാദ് എന്ന് പറഞ്ഞ കേസാണ്. അപ്പോൾ ഈ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 2 സ്പൗസ് ഉണ്ടായിരുന്നു. അതിലൊരാൾ മറ്റൊരു വിവാഹം കഴിക്കുകയാണ്. പക്ഷേ ഈ വിവാഹം കഴിച്ചതിന് ഒരു ഓറൽ എവിഡൻസ് അല്ലാതെ വാലിഡ് ആയിട്ട് മറ്റൊരു എവിഡൻസും ഉണ്ടായിരുന്നില്ല. അതായത് റിലീജിയസ് സെറമണീസ് നടന്നിട്ടില്ല, മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള രജിസ്ട്രേഷനും സെറമണീസും ഒന്നും നടക്കാതിരുന്നത് കൊണ്ട് ഈ മാരേജ് വാലിഡ് അല്ല എന്നും അതുകൊണ്ട് തന്നെ ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്നും പറഞ്ഞതാണ് ശാന്തിദേവ വർമ്മ വേഴ്സസ് കാഞ്ചൻ പ്രസാദ് എന്ന് പറയുന്ന കേസ്. അപ്പോൾ ഇനി വരുന്ന കേസ് സർല മുഗ്ദാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഈ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസ്ബൻഡ് മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം മതത്തിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. കാരണം ഇസ്ലാംസിൽ മെന്നിന് 4 വിവാഹം വരെ കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇയാൾ മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടി ഇസ്ലാം മതത്തിലോട്ട് കൺവേർട്ട് ചെയ്തു. അതായത് 4 വിവാഹം വരെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഇസ്ലാം മതത്തിലോട്ട് കൺവേർട്ട് ചെയ്തു. പക്ഷേ ഇയാൾ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഇയാൾ ഹിന്ദു ആയിരിക്കെ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കല്യാണം നിലനിൽക്കെയാണ് ഇയാൾ മറ്റൊരു കല്യാണം കഴിക്കുന്നത്. അതായത് ഈ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം നടന്ന കല്യാണം ഡൈവോഴ്സ്ഡ് ആയിട്ടില്ല, അതിനുള്ള ഒരു ജുഡീഷ്യൽ സെപ്പറേഷനോ അങ്ങനെ ഒരു കാര്യങ്ങളും നടത്തിയിട്ടില്ല. പക്ഷേ ഇയാൾ മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇസ്ലാം മതത്തിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്, അതായത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നും അതുകൊണ്ട് തന്നെ രണ്ടാമത് കഴിച്ച വിവാഹം വാലിഡ് അല്ല എന്ന് പറഞ്ഞ കേസാണ് സർല മുഗ്ദാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനാണ് മെൻ്റൽ കപ്പാസിറ്റി. മെൻ്റൽ കപ്പാസിറ്റി പറയുന്നത് സെക്ഷൻ 5 ക്ലോസ് 2 ഓഫ് HMAയിലാണ്. മെൻ്റൽ കപ്പാസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ കൊടുക്കുന്ന കൺസെൻറ്റ് വാലിഡ് ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് ലുനാറ്റിക് ഇൻ്റർവെല്ലിൽ മാത്രമാണ് അൺസൗണ്ട് മൈൻഡ് വരുന്നതെങ്കിൽ, അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം അയാൾ അൺസൗണ്ട് മൈൻഡ് ആവുന്നു, പിന്നെ അയാൾ വീണ്ടും നോർമൽ ആവുന്നു. അപ്പോൾ ഈ നോർമൽ ആവുന്ന പീരീഡിൽ അയാൾ കൊടുക്കുന്ന കൺസെൻറ്റ് വാലിഡ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതൊരു എക്സെപ്ഷൻ ആയിട്ട് പറയുന്നതാണ്. അല്ലാതെ ഈ അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ കൊടുക്കുന്ന കൺസെൻറ്റുകളൊന്നും വാലിഡ് ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹിന്ദു മാരേജിൻ്റെ ഒരു എസെൻഷ്യൽ എലമെൻ്റ് ആയിട്ട് ഫ്രീ കൺസെൻറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അക്കോർഡിംഗ് ടു സെക്ഷൻ 5 ക്ലോസ് 2 ഓഫ് HMA, ഫ്രീ കൺസെൻറ്റ് ഈസ് എ നെസസറി എലമെൻറ്റ് ഓഫ് ഹിന്ദു മാരേജ് എന്നാണ് പറയുന്നത്. പ്രീവിയസ്ലി നമ്മൾ എപ്പിലെപ്സിനെയും ഒരു ഇൻവാലിഡ് മാരേജിനുള്ള എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നു. പക്ഷേ 1999 സെക്ഷൻ 5 ക്ലോസ് 2 ക്ലോസ് സിയിൽ നിന്ന് എപ്പിലെപ്സി എന്നുള്ള വേർഡ് ഒമിറ്റ് ചെയ്ത് കളയാണ് ചെയ്തത്. മെൻ്റൽ കപ്പാസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കേസ് ലോസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് രാംനാരായൺ ഗുപ്ത വേഴ്സസ് രാമേശ്വരി ഗുപ്തയാണ്. 1988 കേസാണിത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരു സ്പൗസ് ലുനാറ്റിക് പീരീഡിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. അതായത് ഇയാൾ ലുനാറ്റിക് ഇൻ്റർവെല്ലിൽ മാത്രം ഈ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് പ്രകടിപ്പിക്കുന്ന ആളാണ്. അല്ലാത്ത ടൈമിൽ ഇയാൾ നോർമലാണ്. അപ്പോൾ ഈ നോർമൽ ടൈം കൊടുക്കുന്ന കൺസെൻറ്റ് വാലിഡ് ആണെന്ന് പറഞ്ഞ കേസാണ് രാംനാരായൺ ഗുപ്ത വേഴ്സസ് രാമേശ്വരി ഗുപ്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വരുന്ന കേസ് ലക്ഷ്മി നാരായൺ വേഴ്സസ് ശാന്തിയാണ്. 2001 കേസാണിത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസാനിറ്റി എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ടായിട്ട് കൺസിഡർ ചെയ്യും എന്ന് പറയുന്ന കേസാണ്. അതായത് നുള്ളിഫൈ മാരേജിനുള്ള ഒരു ഗ്രൗണ്ടായിട്ട് ഇൻസാനിറ്റിനെ കൺസിഡർ ചെയ്യുന്ന പറഞ്ഞ കേസാണ് ലക്ഷ്മി നാരായൺ വേഴ്സസ് ശാന്തി എന്ന് പറയുന്ന കേസ്. അപ്പോൾ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഏജ് ഓഫ് ദ പാർട്ടിയാണ്. അതായത് ബ്രൈഡിന് 18 വയസ്സും ബ്രൈഡ് ഗ്രൂമിന് 21 വയസ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ മാരേജിനെ വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യൂ എന്നാണ് സെക്ഷൻ 5 ക്ലോസ് 3 ഓഫ് HMAയിൽ പറയുന്നത്. അതുപോലെ ബ്രൈഡ് ഗ്രൂമിന് 21 വയസ്സും
ബ്രൈഡിന് 18 വയസ്സും ആയില്ലെങ്കിൽ നമ്മൾ ഈ മാരേജിനെ ചൈൽഡ് മാരേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ചൈൽഡ് മാരേജ് വോയിഡബിൾ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രൊഹിബിറ്റഡ് റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ പ്രൊഹിബിറ്റഡ് റിലേഷൻഷിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ തമ്മിലുള്ള കല്യാണത്തിന് നമ്മൾ പ്രൊഹിബിറ്റഡ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അത് സെക്ഷൻ 5 ക്ലോസ് 4 ഓഫ് HMAയിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് സപീന്ത റിലേഷൻഷിപ്പ് ആണ്. സെക്ഷൻ 5 ക്ലോസ് 5 ഓഫ് HMAയിലാണ് സപീന്ത റിലേഷൻഷിപ്പ് എന്താണെന്ന് പറയുന്നത്. അതായത് ഫാദറിൻ്റെ 5 ജനറേഷനും മദറിൻ്റെ 3 ജനറേഷൻ്റെയും ഇടയിലുള്ള ആളുകൾ തമ്മിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ സപീന്ത റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സപീന്ത റിലേഷൻഷിപ്പിൻ്റെ അണ്ടറിൽ നടക്കുന്ന കല്യാണങ്ങൾ പ്രൊഹിബിറ്റഡ് ഡിഗ്രിയിൽ വരികയും അതുകൊണ്ട് തന്നെ കല്യാണം വോയിഡ് ആവുകയും ചെയ്യുന്നുള്ളതാണ് സെക്ഷൻ 5 ക്ലോസ് 5 പറയുന്നത്. അപ്പോൾ സപീന്ത റിലേഷൻഷിപ്പും പ്രൊഹിബിറ്റഡ് ഡിഗ്രീസും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് അഡീഷണൽ കണ്ടീഷൻസ് ഫോർ എ വാലിഡ് മാരേജ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് സോളംനൈസേഷൻ ഓഫ് മാരേജ് ആണ്. അത് സെക്ഷൻ 7 ഓഫ് HMAയിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തേത് രജിസ്ട്രേഷൻ ഓഫ് മാരേജ് ആണ്. അത് സെക്ഷൻ 8ലാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് കൺസെൻറ്റ് ഓഫ് ബോത്ത് പാർട്ടീസ് ആണ്. അത് സെക്ഷൻ 12 ക്ലോസ് 1 ക്ലോസ് Cയിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് കണ്ടീഷൻസ് ഓഫ് ഹിന്ദു മാരേജ് ആയിരുന്നു. സെക്ഷൻ 5 ഓഫ് HMAയിലാണ് കണ്ടീഷൻസ് ഓഫ് ഹിന്ദു മാരേജ് പറയുന്നത്. അതിൽ നമ്മൾ 5 കണ്ടീഷൻസ് പറഞ്ഞു. ആദ്യത്തേത് മോണോഗമി ആയിരുന്നു, രണ്ടാമത്തേത് മെൻ്റൽ കപ്പാസിറ്റി, മൂന്നാമത്തേത് ഏജ് ഓഫ് ദ പാർട്ടീസ്, 4 പ്രൊഹിബിറ്റഡ് ഡിഗ്രി ആൻഡ് ഫൈനൽ വൺ സപീന്ത റിലേഷൻഷിപ്പ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക.